ഗോവിന്ദചാമി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണിപ്പോൾ. ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട് പീഡിപ്പിച്ച ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ചാടിയത്. ഇപ്പോൾ ഗോവിന്ദചാമി പോലീസിന്റെ പിടിയിലായിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഗോവിന്ദചാമിയെ കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ജയിലിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ അകലെയുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമി ഒളിച്ചിരുന്നത്. അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കൊടും കുറ്റവാളികൾ കഴിയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി പുറത്തു ചാടിയതിനു പിന്നിൽ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വലിയ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 മതിലുകൾ ചാടിക്കടക്കാൻ ഒറ്റക്കയ്യനായ ഒരാൾക്ക് എങ്ങനെ സാധിച്ചു? ആദ്യത്തെ മതിൽ ചാടിക്കടന്നത് വെള്ളം നിറച്ച വീപ്പകൾ അടുക്കി വെച്ചിട്ടാണ്. ശേഷം 7 മീറ്റർ നീളമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രധാന മതിൽ ചാടിക്കടന്നത് സെല്ലിൽ ഉപയോഗിച്ചിരുന്ന പുതപ്പ് മതിലിൽ കെട്ടിയാണ്. ഈ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ എന്തു ചെയ്യുകയായിരുന്നു? മതിലിന്റെ മുകളിലുള്ള ഇലക്ട്രിക് സെൻസർ പ്രവർത്തിച്ചില്ല എന്ന് ഉദ്യോഗസ്ഥർ ന്യായം പറയുന്നു. ഒരു ഒറ്റക്കയ്യനായ പ്രതിക്ക് ഇത്രയും വേഗത്തിൽ CCTV ക്യാമറയൊക്കെ മറച്ച് മതിലുകൾ ചാടിക്കടന്ന് പോകാൻ പറ്റുമെങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ഉണ്ടാവുക? തീർച്ചയായും ആഭ്യന്തര വകുപ്പും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരും ഇതിന് മറുപടി പറയേണ്ടതാണ്.